ഇന്ന് രാവിലെ നമുക്കൊരു കസ്റ്റമൈസ്ഡ് കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വർക്ക് സ്പേസിലെത്തി കേക്കിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്വയർ കേക്കായിരുന്നു. 1 kg ക്വാണ്ടിറ്റി ആയിരുന്നു. അതിലാണ് നമുക്ക് ഈ കസ്റ്റമൈസേഷൻസ് എല്ലാം ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എന്ന് തോന്നി. പിന്നെ നമുക്ക് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മാക്രോൺസ് ഉണ്ടായിരുന്നു. അതേപോലെ ഡോണട്ട്സും കൂടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ ആ ഒരു കേക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മാക്രോൺസിൽ ആ ഒരു ഗോൾഡൻ ടച്ച് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇവാപ്പറേറ്റിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് പിക്കപ്പ് ഓർഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ മതി. കസ്റ്റമർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ പാക്കിങ്ങിലേക്ക് കിടക്കുവാണ്. ഓരോരോ ഐറ്റംസ് ആയിട്ടൊന്ന് പാക്ക് ചെയ്ത് സേഫ് ആക്കി വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചില കസ്റ്റമൈസേഷൻസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആപ്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ചൂസ് ചെയ്യുമ്പോൾ കേക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ ഇനി ഓർഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എപ്പോഴും നമുക്ക് സ്ക്വയർ കേക്കിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭംഗി കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നാൽ ചില തീമൊക്കെ സ്ക്വയർ കേക്കിലാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടിരിക്കൽ. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഒരു ഫംഗ്ഷനിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ഓർഡർ ചെയ്തേക്കുക. നെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കേക്കാണ്. ഇതിന് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോസിൽ വർക്ക് മാത്രമാണ് ഈ ഒരു കേക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ആ ഒരു കോമ്പിനേഷൻ പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. സൈഡിൽ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാക്കി 2 കേക്കുകളും. അതും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് സേഫാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്.